ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ വിന്താലു ആണ്. ഈ ചിക്കൻ വിന്താലു നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ വിന്താലു നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഇത് ഗോവൻ സ്റ്റൈൽ ചിക്കൻ വിന്താലു ആണ്. ഇതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ് ഇതിന്. ചിക്കൻ വിന്താലു റെഡിയാക്കാനായി ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ വിന്താലു റെഡിയാക്കി തുടങ്ങാം. ഇതിനായി ഒരു മിക്സർ ജാറിലേക്ക് 1 കഷ്ണം പട്ട, 5 ഏലക്ക, 8 കറാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ കടുക് എന്നിവ ചേർത്ത് പൊടിച്ചെടുക്കണം. ഫൈനായിട്ടൊന്നും പൊടിയണമെന്നില്ല, ഏകദേശം ഈ പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇത്ര ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 15 കാശ്മീരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. കുരുവെല്ലാം നീക്കം ചെയ്ത കാശ്മീരി മുളകാണിത്. കാശ്മീരി മുളക് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും. അപ്പോൾ എരിവ് കൂടാതിരിക്കാനാണ് കുരുവെല്ലാം നീക്കം ചെയ്യുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരയാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടുതലായി പോകരുത്. ഞാനിപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി അരിയണം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാളയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വരണം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവണം. സവാള വഴറ്റി തുടങ്ങിയപ്പോഴേക്കും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ അരപ്പ് സവാളയിലിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലുള്ള വെള്ളമെല്ലാം വറ്റണം. മുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണം. അതുവരെ വഴറ്റി കൊടുക്കണം. ഇത് ഏകദേശം ഡ്രൈ ആയി വരും. അതായത് ഇതിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു റെഡ് കളറാവും. ഇതാണ് എൻ്റെ കറക്റ്റ് കണക്ക്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കണം. അധികം പഴുക്കാത്തൊരു തക്കാളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതാവുമ്പോൾ അതിന് പുളി ഉണ്ടാവും. നമുക്കപ്പോൾ അധികം വിനീഗർ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 5 മിനിറ്റോളം വഴറ്റിയാൽ മതിയാവും. അതും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം വഴറ്റാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും നന്നായി മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിന്താലുവിന് കുറച്ചും കൂടി പുളി വേണമെന്നുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂണും കൂടി വിനാഗിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്. കൂടുതലായിട്ട് ഗ്രേവി വേണമെന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. 1/2 കപ്പോ എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയോ അഥവാ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെക്കണം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ വിന്താലു റെഡിയാക്കി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബീഫ് വിന്താലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണിത്. ടേസ്റ്റ് മാത്രമല്ല, കൊതിപ്പിക്കുന്ന സ്മെല്ലും കൂടിയാണ് ഇതിന്.
ലോ ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. ചിക്കനെല്ലാം ഇപ്പോൾ വെന്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കളറാണ് ചിക്കൻ കറിക്കുള്ളത്. കാണുമ്പോൾ തന്നെ കൊതിയാവും. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോവൻ സ്റ്റൈലിലുള്ള ചിക്കൻ വിന്താലു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.